പിതാവായ ദൈവമേ, അങ്ങേക്ക് സ്തുതി. പുത്രനായ ദൈവമേ, അവിടത്തേക്ക് ആരാധന. പരിശുദ്ധാത്മാവായ ദൈവമേ, അങ്ങേക്ക് മഹത്വം. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, ലോകത്തിൻ്റെ വിവിധങ്ങളായ ഭാഗങ്ങളിരുന്നു കൊണ്ട്, കുടുംബങ്ങളിരുന്നു കൊണ്ട്, സ്ഥാപനങ്ങളിരുന്നു കൊണ്ട് ഈ തിരുവചനം ശ്രവിക്കുന്ന സർവമക്കളെയും നിന്റെ കരങ്ങളിലേക്ക് പൂർണ്ണമായി സമർപ്പണം ചെയ്യുന്നു. ഞങ്ങളുടെ ഹൃദയങ്ങളോട് അവിടുന്ന് സംസാരിക്കണമേ. ഈശോയിൽ ഏറ്റവും പ്രിയം നിറഞ്ഞ മക്കളെ, ഇന്ന് നമ്മുടെ ധ്യാനത്തിനും പരിചിന്തനത്തിനുമായി ദൈവം തന്നിരിക്കുന്ന വചനം മർക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായം 16-ാം വാക്യം. യേശു ശിശുക്കളെ കരങ്ങളിലെടുത്ത് അവരുടെ മേൽ കൈകൾ വെച്ച് അവരെ അനുഗ്രഹിച്ചു. യേശു ശിശുക്കളെ കരങ്ങളിലെടുത്ത് അവരുടെ മേൽ കൈകൾ വെച്ച് അവരെ അനുഗ്രഹിച്ചു. ഈ കടന്നു പോകുന്ന നിമിഷങ്ങളിൽ ആരാണ് ശിശുക്കൾ? എന്താണ് അവരുടെ സവിശേഷമായ സ്വഭാവങ്ങൾ? നമ്മുടെ കണ്ണു തുറപ്പിക്കുന്ന ചില ചിന്തകൾ നമ്മുടെ ഹൃദയത്തിലേക്ക് പകരുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ. കർത്താവിൻ്റെ വചനം പറയുന്നു, യേശയ്യായുടെ പുസ്തകം 30-ാം അധ്യായം 1-ാം വാക്യം. കർത്താവ് അരുളി ചെയ്യുന്നു, എൻ്റേതല്ലാത്ത പദ്ധതികൾ നടപ്പിലാക്കുകയും എനിക്ക് അഹിതമായ സഖ്യമുണ്ടാക്കുകയും ചെയ്തുകൊണ്ട് പാപം കുന്നുകൂടിയ അനുസരണമില്ലാത്ത സന്തതികൾക്ക് ദുരിതം. കർത്താവ് അരുളി ചെയ്യുന്നു, എൻ്റേതല്ലാത്ത പദ്ധതികൾ നടപ്പിലാക്കുകയും എനിക്ക് അഹിതകരമായ സഖ്യമുണ്ടാക്കുകയും ചെയ്ത് പാപം കുന്നുകൂട്ടിയ അനുസരണമില്ലാത്ത സന്തതികൾക്ക് ദുരിതം. മക്കളെ, തന്നിഷ്ട വഴികളെ ഉപേക്ഷിച്ച് ദൈവേഷ്ട വഴികളിലേക്ക് നടന്നു നീങ്ങുന്നവരാണ് കർത്താവിൻ്റെ ദാസന്മാർ. ദൈവം നമുക്ക് തരാത്തത് പിശാചിൽ നിന്ന് നമ്മൾ ചോദിച്ച് വാങ്ങരുത്. നേരായ വഴിയിലൂടെ ലഭിക്കാത്തത് തെറ്റായ വഴികളിലൂടെ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നത് ഒരു ദുരന്തത്തിലേക്കുള്ള യാത്രയാണെന്ന് തിരിച്ചറിയുക. നാം ചോദിക്കുന്നത് നൽകുന്നത് മാത്രമല്ല, ചോദിക്കുന്നത് നൽകാതിരിക്കുന്നതും ദൈവത്തിൻ്റെ സ്നേഹമാണ്, കരുതലാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. നമുക്ക് ആവശ്യമുള്ളതെല്ലാം തരുന്നത് മാത്രമല്ല, നാം ആവശ്യപ്പെടുന്നതെല്ലാം നമുക്ക് നൽകാതെ നമുക്ക് ആവശ്യമുള്ളത് മാത്രം തരുന്നവനാണ് നമ്മുടെ ദൈവമെന്ന് നമ്മൾ തിരിച്ചറിയണം. അതിന് ദൈവപരിപാലനയിൽ നമ്മൾ ആശ്രയിക്കണം. ദൈവത്തിൻ്റെ സ്നേഹത്തിൽ നമ്മൾ വളരണം. ഈശോ വളരെയധികം സ്നേഹിക്കുന്നവരാണ് ചുങ്കക്കാര്, പാപികള്, അനാഥര്, വിധവകള്, ആരോരുമില്ലാത്തവര്, പ്രത്യേകമായി കുഞ്ഞുങ്ങൾ. ഈശോ പറഞ്ഞു, നിങ്ങൾ കുഞ്ഞുങ്ങളെ പോലെയാകുവിൻ. മക്കളെ, ശിശുത്വം നമ്മെ ശിഷ്യത്വത്തിലേക്ക് വളർത്തുന്നു. ശിഷ്യത്വം നമ്മെ രക്തസാക്ഷിത്വത്തിലേക്ക് വളർത്തുന്നു. രക്തസാക്ഷിത്വം നിത്യതയിലേക്ക് നമ്മെ വളർത്തുന്നു. അപ്പോൾ ഒരു യഥാർത്ഥമായ ക്രിസ്തു ശിഷ്യനായി തീരുവാൻ, ഒരു യഥാർത്ഥമായിരിക്കുന്ന
രക്തസാക്ഷിത്വം വരിക്കുവാൻ കുഞ്ഞുങ്ങളെ പോലെ ആയിത്തീരണമെന്ന്. മത്തായിയുടെ സുവിശേഷം 18-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങളിൽ നാം വായിക്കുന്നു. ശിഷ്യന്മാർ യേശുവിനെ സമീപിച്ച് ചോദിച്ചു, സ്വർഗത്തിൽ വലിയവൻ ആരാണ് എന്ന്. യേശു ഒരു ശിശുവിനെ വിളിച്ച് അവിടെ മധ്യേ നിർത്തി അവരോട് അരുളി ചെയ്തു, സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ മാനസാന്തരപ്പെട്ട് ശിശുക്കളെ പോലെ ആകുന്നില്ല എങ്കിൽ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുക സാധ്യമല്ല. ഈ ശിശുവിനെ പോലെ സ്വയം ചെറുതാകുന്നവനാണ് സ്വർഗരാജ്യത്തിലെ ഏറ്റവും വലിയവൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, സ്വയം ചെറുതാകുക, ദൈവത്തിൽ പൂർണ്ണമായി ആശ്രയം വയ്ക്കുക, അത് കുഞ്ഞുങ്ങളുടെ സവിശേഷതയാണ്. എന്താണ് കുഞ്ഞുങ്ങളുടെ സവിശേഷത എന്ന് അല്പം കൂടി ആഴത്തിലേക്ക് നമ്മൾ ചിന്തിക്കുകയാണ്. നമ്മൾ കാണാറില്ലേ, അമ്മ കുഞ്ഞുങ്ങളെ തല്ലിയാലും അമ്മയെ കെട്ടിപ്പിടിച്ച് കരയുന്നവരെ ചിലരെങ്കിലും കണ്ടു കാണും. ഇതുപോലെ തന്നെയാണ് ദൈവം നമ്മെ തല്ലുമ്പോൾ, രോഗങ്ങൾ തരുമ്പോൾ, സങ്കടങ്ങൾ ഉണ്ടാകുമ്പോൾ, പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ ദൈവത്തെ കെട്ടിപ്പിടിച്ച് കരയാൻ നമുക്ക് എത്ര പേർക്ക് സാധിക്കും? അമ്മ കുഞ്ഞുങ്ങളെ കരച്ച് നിർത്തുവാൻ വേണ്ടി സ്നേഹവും വാത്സല്യവും സമ്മാനങ്ങളും നൽകുന്നത് കാണാറില്ലേ? ദൈവം നമുക്ക് നശ്വരമായ അപ്പത്തിനു വേണ്ടി അധ്വാനിക്കാതെ അനശ്വരമായ അപ്പത്തിനു വേണ്ടി അധ്വാനിക്കുവാൻ നമുക്ക് തരുന്ന ചെറുതോ വലുതുമായിരിക്കുന്ന സങ്കടങ്ങൾ നമുക്ക് സ്വീകരിക്കുവാൻ സാധിക്കാറുണ്ടോ? യെശയ്യായുടെ പുസ്തകം 43-ാം അധ്യായം 1-ാം വാക്യം നമ്മോട് പറയുന്നു, യാക്കോബേ, നിന്നെ സൃഷ്ടിക്കുകയും ഇസ്രായേലെ നിന്നെ രൂപപ്പെടുത്തുകയും ചെയ്ത കർത്താവായ ദൈവം അരുളി ചെയ്യുന്നു, ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ പേര് ചൊല്ലി വിളിച്ചിരിക്കുന്നു, നീ എൻ്റേതാണ്. സമുദ്രത്തിലൂടെ കടന്നു പോകുമ്പോഴും ഞാൻ നിന്നോട് കൂടെ ഉണ്ടായിരിക്കും. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഏകാന്തതയുടെ തടവറയിൽ നമ്മുടെ പക്കലേക്ക് കടന്നു വരുന്ന സ്നേഹസമ്പന്നനായ ദൈവമാണ് നമുക്കുള്ളത്. ആ ദൈവമായ കർത്താവ് നമ്മോട് പറയുന്നു, മലകൾ അകന്നു പോയേക്കാം, കുന്നുകൾ മാറ്റപ്പെട്ടേക്കാം, എങ്കിലും എൻ്റെ അചഞ്ചലമായ സ്നേഹം നിന്നെ വിട്ടുപിരിയുകയില്ല. ഈ കഴിഞ്ഞ നാളുകളിൽ ജെറുസലേം വചന കൂടാരത്തിൽ സഹനപ്പൂക്കൾ എന്ന ശുശ്രൂഷയിൽ ഒരു മകനെ കണ്ടെത്തി. അവൻ്റെ പേര് സിംസൺ എന്നാണ്. ആന കുത്തി മറിച്ചിട്ട ഒരു ബസിന്റെ അടിയിൽ നിന്ന് അത്ഭുതകരമായ വിധത്തിൽ രക്ഷപ്പെട്ടതാണ്. എന്നാൽ അവൻ്റെ യൂറിനറി ബാൽഡറും ആമാശയത്തിലെ ചെറുകുടലും വൻകുടലും എല്ലാം എടുത്തു മാറ്റി, ഇടുപ്പെല്ല് പൊട്ടി. അങ്ങനെയാണ് ഒരു പൊക്കളിൽ കൊണ്ട് ആ മകനെ ആ വലിയ വാഹനത്തിനടിയിൽ നിന്നും പെറുക്കിയെടുത്തത്. ആശുപത്രിയിൽ കൊണ്ടുവന്നപ്പോൾ ഡോക്ടർമാർ പറഞ്ഞു, ഇനി രക്ഷയൊന്നുമില്ല, ഇനി രക്ഷയില്ല. യൂറിനറി ബാൽഡറും ശരീരത്തിൻ്റെ അവയവങ്ങളും എല്ലുകളും ചതഞ്ഞരഞ്ഞാണ് വന്നിരിക്കുന്നത്. എങ്കിലും ദൈവത്തിലുള്ള വിശ്വാസം അവൻ ഏറ്റുപറഞ്ഞ് അവൻ പറഞ്ഞു, അവൻ്റെ സർവശക്തി എടുത്ത് ഡോക്ടറോട് പറഞ്ഞു, ഇനി എനിക്ക് എന്തെങ്കിലും രക്ഷയുണ്ടോ? എൻ്റെ ശരീരത്തിലെ അവയവങ്ങൾ, എൻ്റെ കരള്, എൻ്റെ ഹൃദയം, എൻ്റെ കണ്ണ് ആർക്കെങ്കിലുമൊക്കെ കൊടുത്ത് അങ്ങനെ ഈ ലോകത്തോട് ഞാൻ യാത്ര പറയട്ടെ. ഡോക്ടർമാർ പറഞ്ഞു, എന്താ നീ പറയുന്നത്? ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ല. അവൻ്റെ ജീവിതത്തിലേക്ക് ഒരു പ്രകാശം കടന്നു വരികയാണ്. അവൻ്റെ
യൂറിനറി പാൽഡർ വെച്ചു, ആമാശയം ഒരു ബാഗ് വെച്ചു, അവനെ സാവധാനത്തിൽ വീട്ടിലേക്ക് പറഞ്ഞയച്ചു. വീട്ടിൽ വന്ന് അവനൊരാഗ്രഹം, ഒരു നിമിഷ നേരം എനിക്ക് എഴുന്നേറ്റ് നിൽക്കണം. ദൈവത്തോട് ശക്തമായി പ്രാർത്ഥിച്ചു. അവൻ്റെ കൂട്ടുകാരനും അപ്പൻ്റെ തോളിൽ പിടിച്ച് അവൻ ഒരു നിമിഷം നേരം എഴുന്നേറ്റ് നിന്നു. എന്ന് സിംസൺ പറയുകയാണ്, ദൈവമായ കർത്താവ് എനിക്ക് ശക്തമായി എന്നിൽ പ്രേരണ നൽകിയതാണ് എഴുന്നേറ്റ് നിൽക്കാൻ. ഫാദറെ, ഇന്ന് എനിക്ക് എഴുന്നേറ്റ് നിൽക്കാൻ പറ്റും, പതുക്കാൻ ഒറ്റയടി വയ്ക്കാനായിട്ട് സാധിക്കും. ദൈവത്തോട് ചേർന്ന് നിൽക്കുമ്പോൾ ദൈവം എന്നിലേക്ക് കടന്നു വരുന്നത് ഞാൻ അനുഭവിക്കുന്നു. ഒരു കാലഘട്ടം വരെ ഞാൻ ജനഹൃദയങ്ങളിലായിരുന്നു, ഇന്ന് ഞാൻ യേശുവിൻ്റെ ഹൃദയത്തിലാണ് എന്ന്. എൻ്റെ പ്രിയപ്പെട്ടവരെ, വചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. ജോബിൻ്റെ പുസ്തകം 2-ാം അധ്യായം 10-ാം വാക്യം. ദൈവകരങ്ങളിൽ നിന്ന് നന്മയെ ഞാൻ സ്വീകരിച്ചുവെങ്കിൽ തിന്മയെയും എന്തുകൊണ്ട് നമുക്ക് സ്വീകരിച്ചുകൂടാ? ദൈവകരങ്ങളിൽ നിന്ന് ആരോഗ്യം സ്വീകരിച്ചുവെങ്കിൽ അനാരോഗ്യത്തെയും എന്തുകൊണ്ട് സ്വീകരിച്ചുകൂടാ? കുഞ്ഞുങ്ങൾ നൽകുന്ന രണ്ടാമത്തെ ഒരു വീക്ഷണമാണ്, ശിശുവിൻ്റെ ലോകം അമ്മയാണ്. എവിടെയൊക്കെ പോയാലും ശിശു എപ്പോഴും അമ്മയെ ചുറ്റിപ്പറ്റിയാണ് നീങ്ങുക. ക്ഷീണിച്ച് തളരുമ്പോൾ അമ്മയുടെ മടിത്തട്ടിൽ വന്ന് കിടന്നുറങ്ങും. നമ്മളെങ്ങനെയാ? നമ്മുടെ ലോകം ദൈവമായിരിക്കട്ടെ, ദൈവത്തിന് ചുറ്റും പ്രദക്ഷിണം വയ്ക്കുന്ന ഒരു ജീവിതമായി മാറട്ടെ. ക്ഷീണിക്കുമ്പോൾ നമ്മൾ ദൈവത്തിൻ്റെ മടിത്തട്ടിലാണോ വിശ്രമിക്കുന്നത്? വിശുദ്ധന്മാർ തങ്ങളുടെ ജീവിതത്തിനുണ്ടാകുന്ന പ്രതിസന്ധികളിൽ അവിടെ പ്രശ്നങ്ങളിലേക്ക് നോക്കാതെ ആ പ്രശ്നങ്ങൾ സമ്മാനിച്ച ദൈവത്തിലേക്കാണ് അവിടെ ദൃഷ്ടികൾ ഉയർത്തുന്നത്. സങ്കീർത്തനം 1 നാം വായിക്കുന്നു, അവൻ്റെ ആനന്ദം കർത്താവിൻ്റെ നിയമത്തിലാണ്, രാവും പകലും അവൻ അതിനെക്കുറിച്ച് ധ്യാനിക്കുന്നു. ദൈവത്തിൻ്റെ വചനമാണ് അവൻ ആനന്ദം പകരുന്നത്. ദൈവത്തിൻ്റെ സാന്നിധ്യമാണ് അവന് സന്തോഷം പകരുന്നത്. നമ്മളുടെ ജീവിതത്തിലോ? മൂന്നാമത്തെ ഒരു ഉൾക്കാഴ്ച പരിശുദ്ധാത്മ നൽകിയത്, ശിശുവിൻ്റെ നിഷ്കളങ്കത എല്ലാവരെയും ആകർഷിക്കുന്നു, എല്ലാവരുടെയും ശ്രദ്ധാകേന്ദ്രമായി മാറുന്നു. നമ്മുടെ നിഷ്കളങ്കമായ പുഞ്ചിരിയും നമ്മുടെ സാന്നിധ്യവും മറ്റുള്ളവർക്ക് ആനന്ദം പകരുന്നതായി മാറ്റാനായിട്ട് ദൈവം നമ്മെ സഹായിക്കട്ടെ. നമ്മിൽ യഥാർത്ഥമായ വിശുദ്ധിയും യഥാർത്ഥമായ അഭിഷേകവും നമുക്കുണ്ടാകുമ്പോൾ അനേകരുടെ ശ്രദ്ധാകേന്ദ്രങ്ങളായി നമ്മൾ മാറും. വിശുദ്ധന്മാരൊക്കെ അങ്ങനെയല്ലേ? ആരും അറിയാത്ത വിശുദ്ധയായിരിക്കുന്ന അൽഫോൻസമ്മ ഇന്ന് ലോകപ്രസിദ്ധിയായി തീർന്നില്ലേ? ആരും അറിയാതെ കഴിഞ്ഞുകൂടിയ മരിയ ജോൺ വിയാനി ഇന്ന് ലോകശ്രദ്ധയെ നേടിയെടുത്തില്ലേ? എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ആനന്ദ വിഷയം യേശുവായി മാറട്ടെ. നാലാമത്തെ ചിന്ത, ശിശുക്കൾ തൻ്റെ സമ്പത്തിനെ കുറിച്ചോ സൗന്ദര്യത്തെക്കുറിച്ചോ തൻ്റെ വീടിൻ്റെ വലിപ്പത്തെക്കുറിച്ചോ അവർക്ക് ഉത്കണ്ഠയില്ല. അവരുടെ ചിന്ത എപ്പോഴും ഞാൻ അമ്മയുടെ കൂടെയാണോ, ഞാൻ അപ്പൻ്റെ കൂടെയാണോ? ഇതാണ് കുഞ്ഞുങ്ങളുടെ ചിന്ത. മകളെ, എന്നാൽ നാം നമ്മുടെ സമ്പത്തിൻ്റെ വലിപ്പത്തെക്കുറിച്ചോ നമ്മുടെ രൂപത്തെക്കുറിച്ചോ സൗന്ദര്യത്തെക്കുറിച്ചോ കഴിവിനെക്കുറിച്ചോ എന്തിനെങ്കിലും കുറിച്ചുള്ള അപകർഷതയിലാണോ ഇന്ന് നമ്മൾ കഴിഞ്ഞുകൂടുന്നത്? ദൈവം എൻ്റെ കൂടെയുണ്ട് എന്നുള്ള ആഴമായിരിക്കുന്ന ചിന്ത നമുക്കുണ്ടാകുമ്പോൾ കുഞ്ഞുങ്ങളെപ്പോലെ വിശാലമായി ചിന്തിക്കാനായിട്ടുള്ള
ഒരു കൃപ, ഒരു അഭിഷേകം ദൈവമായ കർത്താവ് നമുക്ക് സമ്മാനിക്കും. മത്തായിയുടെ സുവിശേഷം 8-ാം അധ്യായം 25-ാം വാക്യത്തിലൂടെ വചനം നമ്മോട് പറയുന്നു, ഞാൻ നിങ്ങളോട് പറയുന്നു, എന്തു ഭക്ഷിക്കും, എന്ത് പാനം ചെയ്യുമെന്ന് ജീവനെക്കുറിച്ചോ എന്തു ധരിക്കുമെന്ന് ശരീരത്തെക്കുറിച്ചോ നിങ്ങൾ ഉത്കണ്ഠാകുലരാകേണ്ട. ഭക്ഷണത്തെക്കാൾ ജീവനും വസ്ത്രത്തെക്കാൾ ശരീരവും ശ്രേഷ്ഠമല്ലേ? ആകാശത്തിലെ പക്ഷികളെ നോക്കുവിൻ, അവ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, കളപ്പുരയിൽ ശേഖരിക്കുന്നുമില്ല. എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉത്കണ്ഠകളെല്ലാം ദൈവത്തിൻ്റെ കരങ്ങൾക്ക് കൊടുക്കുവാൻ കുഞ്ഞുങ്ങൾ നമ്മോട് ഉപദേശിക്കുകയാണ്. അഞ്ചാമതായിട്ട്, യേശു ശിശുക്കളെ കരങ്ങളിലെടുത്തു. ശിശുക്കളെ ആർക്കും കരങ്ങളിലെടുക്കാൻ സാധിക്കും. കാരണം എന്താ? അവർ വെയിറ്റ് കുറവാണ്. ഇന്ന് ദൈവത്തിന് നമ്മെ കരങ്ങളിലെടുക്കാൻ സാധിക്കുമോ? ചിലർക്ക് ഇൻ്റലക്ച്വൽ പ്രൈഡ്, അഹങ്കാരം, സമ്പത്തിൻ്റെ, പ്രശസ്തിയുടെ ഈ അഹങ്കാരം കൊണ്ട് ദൈവത്തിന് നമ്മെ കരങ്ങളിലെടുക്കാൻ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ടോ? കുഞ്ഞുങ്ങളെപ്പോലുള്ള വിശുദ്ധിയും അഭിഷേകവും നമുക്കുണ്ടായാൽ നമ്മുടെ വെയിറ്റ്, ഭാരം കുറയുന്ന പോലെ നമുക്ക് അനുഭവപ്പെടും. ദൈവം നമ്മുടെ അപ്പനാണ്. ദൈവം നമ്മുടെ പിതാവായ ദൈവമാണ്. ആരെല്ലാം ഉപേക്ഷിച്ചാലും ദൈവം നമ്മെ ഉപേക്ഷിക്കുകയില്ല. ദൈവം നമ്മെ അവിടുത്തെ കരങ്ങളിൽ എടുത്തുകൊണ്ട് നടക്കുന്ന എത്രയോ അനുഭവങ്ങൾ ശാലോൺ ടിവിയുടെ മുമ്പിൽ ഇരുന്നു കൊണ്ട് വചനം ശ്രവിക്കുന്ന നമ്മൾ ഓരോരുത്തരും അനുഭവിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ടാണ് ദൈവത്തിൻ്റെ സന്നിധിയിൽ ഇരിക്കുമ്പോൾ ഒരു വലിയ ആശ്വാസം, വലിയതായിരിക്കുന്ന ഒരു സുഖം നമുക്കൊക്കെ അനുഭവപ്പെടുന്നത്. ആറാമതായിട്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തി തരുന്നു, ശിശുക്കൾ ഒന്നിനും കണക്കെഴുതി വെക്കാറില്ല. ശരിയല്ലേ? കുഞ്ഞുങ്ങൾ ഒന്നിനും കണക്കെഴുതി വെക്കാറില്ല. എന്നാൽ നമ്മളോ കൊടുക്കുന്നതിനൊക്കെ കണക്കെഴുതി വെക്കുന്നവരാണ് പലരും. നാം കൊടുക്കുന്ന കണക്ക്, ദൈവമായ കർത്താവ് പറയുന്നു, നമ്മൾ കൊടുക്കുന്നതിനെ കുറിച്ച് ഒരു കണക്ക് പറയരുത്. കുടുംബത്തിന് വേണ്ടി കൊടുക്കുന്നത്, സഭയ്ക്ക് വേണ്ടി കൊടുക്കുന്നത്, സഹോദരങ്ങൾക്ക് വേണ്ടി കൊടുക്കുന്നത്, അതിൻ്റെ കണക്കിനെ ചുറ്റിപ്പറ്റി നമ്മുടെ ജീവിതത്തിൽ തകർച്ചകൾ ഉണ്ടാകാതിരിക്കട്ടെ. മക്കളെ, ഏത് തകർച്ചകളിലും, ഏത് കഷ്ടനഷ്ടങ്ങളിലും, സാമ്പത്തികമായ ഞെരുക്കങ്ങളിലും, വരുമാന മാർഗങ്ങൾ അടഞ്ഞു പോകുമ്പോഴും, രോഗദുരിതങ്ങൾ ഉണ്ടാകുമ്പോഴും, എല്ലാവരാലും മാറ്റി നിർത്തപ്പെടുമ്പോഴും, ആർക്കു വേണ്ടി നാം ജീവിച്ചുവോ അവർ നമ്മെ വേണ്ടാതാകുമ്പോഴും, ആരെ നാം വളർത്തിയോ അവർ നമ്മെ ദ്രോഹിക്കുമ്പോഴും, നമ്മെ മാറ്റി നിർത്തുമ്പോഴും നമ്മൾ കണക്കുകൾ പറയാറില്ലേ? ഉണ്ട്. കുഞ്ഞുങ്ങളെപ്പോലുള്ള ഒരു ചിന്ത നമ്മുടെ മനസ്സിലുണ്ടായാൽ മാത്രമേ കണക്ക് പറയാതെ ജീവിക്കാൻ സാധിക്കുക. വചനം പറയുന്നു, ദാനമായി കിട്ടിയത് ദാനമായി കൊടുക്കുക. ഏഴാമതായിട്ട് ഒരു ചിന്ത കൂടി ദൈവത്തിൻ്റെ ആത്മാവ് തരുന്നുണ്ട്. ശിശുക്കൾക്ക് മരണഭയമില്ല. മരണഭയമില്ലാത്തവരാണ്. നമ്മൾ കാണാറില്ലേ, തീയുടെ ഉള്ളിലേക്ക് ഓടിപ്പോകുന്നു, കടലോരങ്ങളിൽ പോയാൽ തിരകളുടെ ഇടയിലേക്ക് കടന്നു പോകുന്നു. അവർക്ക് മരണഭയമില്ല. മരണഭയം, രോഗഭയം ഇല്ലാതെ ജീവിക്കണമെങ്കിൽ നിത്യതയുടെ പ്രകാശമുള്ളവർക്ക് മരണഭയത്തെ അതിജീവിക്കാൻ സാധിക്കുക.
ചെങ്കടലിനെ രണ്ടായി വിഭജിച്ച ദൈവത്തിൻ്റെ കരത്തിന്, തീവെയിലിൽ നിന്ന് തണലേകിയ യേശുവിൻ്റെ കരത്തിന് മരണഭയത്തിൽ നിന്ന് രക്ഷിക്കാൻ കഴിയുമെന്ന് നമ്മൾ വിശ്വസിക്കണം. എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, ദൈവത്തിൻ്റെ ശക്തിയിലും ദൈവത്തിൻ്റെ സ്നേഹത്തിലും കൂടുതൽ നമ്മൾ അനുഭവിക്കാൻ തുടങ്ങുമ്പോൾ കുഞ്ഞുങ്ങളെപ്പോലെ ദൈവത്തിൽ ആശ്രയിക്കാൻ, നിഷ്കളങ്കമായി പുഞ്ചിരിച്ച് ലോകത്തിൽ യേശുവിൻ്റെ സാന്നിധ്യങ്ങളായി തീരുവാൻ, ഉത്കണ്ഠയില്ലാതെ ജീവിക്കുവാൻ, ദൈവത്തിൻ്റെ മടിത്തട്ടിൽ കിടന്നുറങ്ങുവാൻ, യേശു എടുത്ത് പ്രവർത്തിക്കുന്ന വ്യക്തികളായി മാറുവാൻ, കണക്കുകൾ എഴുതി വയ്ക്കാതെ ദൈവത്തിനായി, ദൈവജനത്തിനായി പ്രവർത്തിക്കുവാൻ, മരണഭയമില്ലാതെ ജീവിക്കുവാൻ ദൈവം നമ്മെ അനുഗ്രഹിക്കും. പ്രിയപ്പെട്ടവരെ, നമുക്ക് കരങ്ങൾ കൂപ്പാം, നമുക്ക് കണ്ണുകൾ അടയ്ക്കാം. ദൈവം നമുക്ക് തന്നിരിക്കുന്ന ഒരു കൊച്ചു ജീവിതം കുഞ്ഞുങ്ങളെപ്പോലെ ജീവിക്കാൻ, സ്വർഗരാജ്യത്തിൻ്റെ സ്വന്തങ്ങളായി ജീവിക്കുവാൻ ദൈവമായ കർത്താവ് നമ്മോട് ആവശ്യപ്പെടുന്നു. വചനം പറയുന്നു, നിന്റെ സന്തതികളുടെ മേൽ എൻ്റെ ആത്മാവും നിന്റെ മക്കളുടെ മേൽ എൻ്റെ അനുഗ്രഹവും ഞാൻ വർഷിക്കും. കർത്താവേ, കുഞ്ഞുങ്ങളെപ്പോലൊരു ഹൃദയം ഞങ്ങൾക്ക് തരണമേ. കുഞ്ഞുങ്ങളെപ്പോലെ വ്യാപരിക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. ഈശോ പറയുന്നു, നിങ്ങൾ കുഞ്ഞുങ്ങളെപ്പോലെ ആകുവിൻ. ആമേൻ.